Hi everybody, welcome to EduZone, the commerce platform. +2 ബിസിനസ് സ്റ്റഡീസിലെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഓർ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഫിനാൻസ് നമുക്കറിയാം അല്ലേ, മാർക്കറ്റും അറിയാം. പക്ഷെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ദി ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് സച്ച് ആസ് ഷെയർ, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഓക്കെ, ഇറ്റ് ഈസ് എ network of institution which provide short, medium and long term funds. ഒന്നുകൂടിയും പറയാം, എ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഒരു മാർക്കറ്റാണ് ഫോർ ദ ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. മാർക്കറ്റിൽ ഇപ്പം ഒരു വെജിറ്റബിൾ മാർക്കറ്റാണെങ്കിൽ അവിടെ വെജിറ്റബിൾ ആയിരിക്കും അല്ലേ. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്തായിരിക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അസറ്റുകളാണ്. എങ്ങനെയുള്ള അസറ്റുകളാണ് ഫിനാൻഷ്യലിൻ്റെ? ഷെയർ. ഏതാണ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്? ഷെയർ, ഡിബഞ്ചർ, ബോണ്ട് ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റികൾ. ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിന് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഓഹരികൾ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റികൾ തുടങ്ങിയ ധനപരമായ ആസ്തികൾ സൃഷ്ടിക്കാനും വിനിമയം ചെയ്യാനുമുള്ള വിപണിയെ ധനപരമായ വിപണി എന്ന് പറയുന്നു. ഇവിടെ കാര്യമായിട്ട് ചെയ്യുന്ന എന്താണ്? ഹ്രസ്വകാല, മധ്യ, ദീർഘകാലയളവിലേക്കുള്ള ഫണ്ടുകൾ നൽകുന്ന സ്ഥാപനങ്ങളുടെ ഒരു ശൃംഖലയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഓക്കെ, അടുത്തത് നമുക്ക് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ധർമ്മം, ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മൊബിലൈസ് സേവിങ്സ് ആൻഡ് ചാനലൈസ് ദം ഇൻ ടു മോസ്റ്റ് പ്രൊഡക്റ്റീവ് പർപ്പസ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? മിച്ചധനം സ്വരൂപിക്കുകയും അവയെ ഉൽപ്പാദനപരമായ ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യും. അതായത് ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ഉള്ള ക്യാഷ് പറഞ്ഞാൽ ആവശ്യം കഴിഞ്ഞിട്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് അല്ലേ. ആ ഒരു സേവിങ്സ് എന്ന നിലക്ക് കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. രണ്ടാമത്, ഫെസിലിറ്റേറ്റ് പ്രൈസ് ഡിസ്കവറി. വില കണ്ടെത്താൻ, വില നിർണ്ണയിക്കാനൊക്കെ സൗകര്യമൊരുക്കുന്നു. ദെൻ തേർഡ് പോയിന്റ്, പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു ഫിനാൻഷ്യൽ അസറ്റ്. ധനപരമായ ആസ്തികൾക്ക് ലിക്വിഡിറ്റി, അതായത് ദ്രവത്വം പ്രദാനം ചെയ്യുന്നു. ഓക്കെ, ക്യാഷ് രൂപത്തിലാണ്, ലിക്വിഡിറ്റി ബേസിലാണ്. അടുത്തത്, റെഡ്യൂസിങ് ദി കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ഇടപാടുകളുടെ ചെലവ് കുറക്കും. അതായത് വിപണിയിൽ കച്ചവടം ചെയ്യപ്പെടുന്ന സെക്യൂരിറ്റികളെ പറ്റി പുതിയതും വിലപ്പെട്ടതുമായ വിവരങ്ങൾ ധനപരമായ വിപണികൾ നൽകും. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഏതൊക്കെ ഷെയറിനാണ് വാല്യൂ ഉള്ളത്, ഏതൊക്കെ ഷെയറിന് ഡിമാൻഡ് ഉള്ളത് എന്നൊക്കെ നമുക്ക് വിവരങ്ങൾ തരും. അപ്പോൾ അതുകൊണ്ട് ഇടപാടുകളുടെ ചെലവ് കുറക്കാൻ സഹായിക്കും. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഫിനാൻഷ്യൽ മാർക്കറ്റ് ക്ലാസിഫൈഡ് ഇൻ ടു 2. ഫസ്റ്റ് വൺ എന്താണ്? മണി മാർക്കറ്റ്. സെക്കൻഡ് വൺ ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറിയെ വീണ്ടും ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. സെക്കൻഡറിയെ ദ്വിതീയ വിപണിയെയും കടം ഇക്വിറ്റി എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി ഓരോന്നിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, മണി മാർക്കറ്റ്. വാട്ട് യു മീൻ ബൈ മണി മാർക്കറ്റ്? മണി മാർക്കറ്റ്, പണവിപണി. ഓക്കെ, മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ്. അതൊരു മാർക്കറ്റാണ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് വിച്ച് ഡീൽസ് ഇൻ മോണിറ്ററി അസറ്റ്സ് വിത്ത് പീരിയഡ് ഓഫ് മെച്യൂരിറ്റി അപ് ടു 1 year. അതായത് ഒരു കൊല്ലത്തിൽ താഴെ കാലാവധിയുള്ള പണപരമായ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന
ഹ്രസ്വകാല ഫണ്ടുകളുടെ വിപണിയാണ് പണവിപണി. ഒരു കൊല്ലത്തിൽ താഴെ കാലാവധിയുള്ള പണപരമായ ആസ്തികൾ, ഒരു കൊല്ലത്തിൽ താഴെ പണപരമായ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന ഹ്രസ്വകാല ഫണ്ടുകളുടെ വിപണിയാണ് പണവിപണി, മണി മാർക്കറ്റ്. ഓക്കെ, ഫോക്കസിങ് ഏരിയ അല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നമ്മൾ പറയാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ, പാർട്ടിസിപ്പൻസ്, പങ്കാളികൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കൊമേഴ്ഷ്യൽ ബാങ്ക് ഇവയൊക്കെ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ടുകൾ ഇവയൊക്കെയാണ് അവരുടെ പാർട്ടിസിപ്പൻസ്. ഓക്കെ, മണി മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് RBI, കൊമേഴ്സ്യൽ ബാങ്ക്സ് ഒക്കെയാണ്. ദെൻ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ്സ്, രേഖകൾ. ഹ്രസ്വകാല രേഖകൾ, ട്രഷറി ബില്ല്, കൊമേഴ്സ്യൽ പേപ്പർ, കോൾ മണി ഇതൊക്കെയാണ് മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ, നിക്ഷേപത്തുക, വൻ തുകകളുടെ ഇടപാടുകൾ ഇവിടെ നടക്കുന്നുണ്ട് മണി മാർക്കറ്റിൽ. ദെൻ അതിൻ്റെ ഡ്യൂറേഷൻ, കാലാവധി എങ്ങനെയാണ്? ഒരു ദിവസം മുതൽ പരമാവധി ഒരു വർഷം വരെ ഡ്യൂറേഷൻ ഉണ്ട്. ലിക്വിഡിറ്റി, ഉയർന്ന തോതിലുള്ള ദ്രവത്വം സാധ്യമാകും. ലിക്വിഡിറ്റി, പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റും. ദെൻ സേഫ്റ്റി, ഇടപാടുകളുടെ ഹ്രസ്വ കാലാവധി കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. അതായത് കാലങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടുന്ന ക്യാഷിനേക്കാളും ഒരു വർഷത്തിനുള്ളിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ നല്ലൊരു സേഫ്റ്റി, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. ദെൻ ലൊക്കേഷൻ, പ്രദേശം. ഇത് പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നുമില്ല. പ്രവർത്തനങ്ങൾ പ്രധാനമായും ടെലിഫോണിലൂടെയോ ഇൻ്റർനെറ്റ് വഴിയോ ആണ് മണി മാർക്കറ്റ് നടത്തുന്നത്. ലൊക്കേഷൻ ഇല്ല. ദെൻ റിട്ടേൺസ്, മറ്റു വിപണികളെ അപേക്ഷിച്ച് പ്രതിഫലം കുറവായിരിക്കും മണി മാർക്കറ്റിന്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഫോക്കസിങ് ഏരിയ എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് മണി മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റുകളാണ്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് മണി മാർക്കറ്റ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. മണി മാർക്കറ്റിലെ രേഖകൾ. ഓക്കെ, ഏതൊക്കെയാണ് പണവിപണിയിലെ രേഖകൾ എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ട്രഷറി ബിൽ ഓർ സീറോ കൂപ്പൺ ബോണ്ട്. ട്രഷറി ബില്ല്, ഇതൊക്കെ നമ്മൾ +1 പഠിച്ചതാണ്. ട്രഷറി ബിൽസ് ആർ ഷോർട്ട് ടേം ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ RBI ഓൺ ബിഹാഫ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്, മെച്യൂറിങ് ഇൻ ലെസ് ദാൻ 1 year. ഓക്കെ, അതായത് ഒരു വർഷത്തിനുള്ളിൽ കാലാവധി എത്തുന്നതും കേന്ദ്ര സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നതുമായ ഹ്രസ്വകാല വായ്പാ രേഖകളാണ് ട്രഷറി ബില്ലുകൾ. ഓക്കെ, ഒരു വർഷത്തിനുള്ളിൽ കാലാവധി എത്തുന്നതും കേന്ദ്ര സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതുമായ ഹ്രസ്വകാല വായ്പാ രേഖകളാണ് ട്രഷറി ബില്ലുകൾ. സെക്കൻഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്സ്യൽ പേപ്പർ നമ്മൾ കഴിഞ്ഞ വർഷം സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ പഠിച്ചതാണ്. CP, കൊമേഴ്സ്യൽ പേപ്പർ. കൊമേഴ്സ്യൽ പേപ്പർ ഈസ് എ ഷോർട്ട് ടേം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്, short term unsecured promissory note, negotiable and transferable by means of endorsement and delivery with a fixed maturity period. നിശ്ചിത കാലാവധിയുള്ളതും എൻഡോഴ്സ്മെൻറ്റും ഡെലിവറിയും വഴി കൈമാറ്റം ചെയ്യാവുന്നതുമായ ഈടില്ലാത്ത, പ്രത്യേകം ശ്രദ്ധിക്കണം, ഈടില്ലാത്ത ഹ്രസ്വകാല പ്രോമിസറി നോട്ടാണ് കൊമേഴ്സ്യൽ പേപ്പർ. ഇതൊരു നെഗോഷ്യത പ്രമാണമാണ്. ഓക്കെ, അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ് എ ഷോർട്ട് ടേം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്, നെഗോഷ്യബിൾ ആൻഡ് ട്രാൻസ്ഫറബിൾ ബൈ മീൻസ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി വിത്ത് എ ഫിക്സഡ് മെച്യൂരിറ്റി പീരിയഡ്. നിശ്ചിത കാലാവധിയുള്ളതും എൻഡോഴ്സ്മെൻറ്റും ഡെലിവറിയും വഴി കൈമാറ്റം ചെയ്യാവുന്നതുമായ ഈടില്ലാത്ത ഹ്രസ്വകാല പ്രോമിസറി നോട്ടാണ് കൊമേഴ്സ്യൽ പേപ്പർ. ഇതൊരു നെഗോഷ്യത പ്രമാണമാണ്. ക്ലിയർ? ഇതാണ് രണ്ടാമത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ. മറ്റൊരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ് കാൾ മണി. കാൾ മണി.
Call money is a short-term finance repayable on demand with a maturity period of 1 to 15 days used for interbank transaction. Call money is a method by which banks borrow mutually to maintain cash reserve ratio. അതായത് ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന 1 മുതൽ 15 ദിവസം വരെ കാലാവധിയുള്ളതും ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു നൽകേണ്ടതുമായ ഹ്രസ്വകാല ധനത്തെ കോൾ മണി എന്ന് പറയും. ഓക്കെ, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന അതിൻ്റെ കാലാവധി എത്രയാണ്? ഒരു ദിവസം മുതൽ 15 ദിവസം വരെ കാലാവധി, എന്നാൽ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു നൽകേണ്ടതുമായ ഹ്രസ്വകാല ഫിനാൻസാണ് കോൾ മണി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഒരു കാര്യം കൂടി അതിൽ പറയണത് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ കോൾ മണി ഡീൽ ഈസ് നോൺ ആസ് കോൾ റേറ്റ്. ഇതിന് നേരിയ തോതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിന് പറയുന്ന പേര് കോൾ റേറ്റ് എന്നാണ്. കോൾ മണിയുടെ ഇൻട്രസ്റ്റിന് പറയുന്ന പേര് കോൾ റേറ്റ്. ഓക്കെ, അടുത്തൊരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, CD. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. CD is an unsecured negotiable short-term instrument in bearer from issued by commercial banks and development financial institution. അതായത് ബാങ്കുകളും വികസന ധനകാര്യ സ്ഥാപനങ്ങളും പുറപ്പെടുവിക്കുന്ന ഈടില്ലാത്തതും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും കൈവശക്കാരന് ഉടമസ്ഥാവകാശം നൽകുന്നതുമായ ഹ്രസ്വകാല രേഖയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇതിൻ്റെ കാലാവധി 3 മാസം മുതൽ 12 മാസം വരെയാണ്. ഓക്കെ, ബാങ്കുകളും വികസന ധനകാര്യ സ്ഥാപനങ്ങളും പുറപ്പെടുവിക്കുന്ന, എന്നാൽ ഈടില്ല, സെക്യൂരിറ്റി ഇല്ല, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും കൈവശക്കാരന് ഉടമസ്ഥാവകാശം നൽകുന്നതുമായ ഹ്രസ്വകാല രേഖയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. 3 മുതൽ 12 മാസം വരെ കാലാവധി. ഇനി 4ാമത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ബിൽ. എ കൊമേഴ്സ്യൽ ബിൽ ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് യൂസ്ഡ് ടു ഫിനാൻസ് ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ബിസിനസ് ഫേം. അതായത് ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന മൂലധനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിനിമയ ബില്ലാണ് കൊമേഴ്സ്യൽ ബിൽ. ബിസിനസ് സ്ഥാപനങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റലിന്, പ്രവർത്തന മൂലധനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിനിമയ ബില്ലാണ് കൊമേഴ്സ്യൽ ബിൽ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും, അല്ലേ? അപ്പോൾ മണി മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫീച്ചർ, ഇൻസ്ട്രുമെൻ്റൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് റെഫേഴ്സ് ടു ഫെസിലിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് ത്രൂ വിച്ച് ഡെബിറ്റ് ആൻഡ് ഇക്വിറ്റി ആർ റേസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ്. ഇതങ്ങനെ പറഞ്ഞാൽ, അതായത് ദീർഘകാല ഫണ്ടുകളായ ഡെറ്റും ഇക്വിറ്റിയും സമാഹരിക്കാനും നിക്ഷേപിക്കാനും ഉതകുന്ന സൗകര്യങ്ങളും സ്ഥാപനങ്ങളും അടങ്ങിയ വിപണിയാണ് മൂലധന വിപണി. അതായത് നമ്മൾ മണി മാർക്കറ്റ് പറഞ്ഞാൽ ഷോർട്ട് ടേം കാര്യങ്ങളാണ്, അല്ലേ? ക്യാപിറ്റൽ മാർക്കറ്റ് പറഞ്ഞാൽ ഫിക്സഡ് ലോങ് ടേം ആണ്. ലോങ് ടേം ആയ ഡെറ്റ്, ഇക്വിറ്റി കളക്ട് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സൗകര്യമുള്ള സ്ഥാപനങ്ങൾ അടങ്ങിയ വിപണിയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ദീർഘകാല ഫണ്ടുകളായ ഡെറ്റും ഇക്വിറ്റിയും സമാഹരിക്കാനും നിക്ഷേപിക്കാനും ഉതകുന്ന സൗകര്യങ്ങളും സ്ഥാപനങ്ങളും അടങ്ങിയ വിപണിയാണ് മൂലധന വിപണി. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് റെഫേഴ്സ് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് ത്രൂ വിച്ച് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ആർ റേസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഫീച്ചർ പാർട്ടിസിപ്പൻസ് മണി മാർക്കറ്റിൽ RBI ആണ്. ഇവിടെ ആരാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക് ഒക്കെയാണ്. ഓക്കെ,
ഇനി ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഷെയർ, ഡിബഞ്ചർ. ഷെയറിന് 2 ഐറ്റംസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ആൻഡ് ഇക്വിറ്റി ഷെയർ. ഡിബഞ്ചർ, ബോണ്ട്, ഇതൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്. The value of 1 unit of security, that is 10 or 100 rupees. Then duration. Capital മാർക്കറ്റിൻ്റെ ഡ്യൂറേഷൻ ഡീൽ ഇൻ മീഡിയം ആൻഡ് ലോങ് ടേം സെക്യൂരിറ്റി ആണ്. ഓക്കെ. അതേസമയം മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ആണ് ഡ്യൂറേഷൻ. ഓക്കെ. ദെൻ ലിക്വിഡിറ്റി. Capital market securities are liquid investment. They are marketable in stock exchange. Liquid investment ആണ്. Then safety. Capital market security are risk ആണ്. Risky both in returns and principal repayment. സേഫ്റ്റി കുറവാണ്, റിസ്ക് ആണ്. ദെൻ ഫിസിക്കൽ ലൊക്കേഷൻ. നോ സ്പെസിഫിക് ലൊക്കേഷൻ ഫോർ പ്രൈമറി മാർക്കറ്റ്. അപ്പോൾ സാധാരണ മാർക്കറ്റ് പോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിന് ഒരു സ്പെസിഫിക് സ്പേസിൻ്റെ ആവശ്യമില്ല. മണി മാർക്കറ്റ് ആയാലും ആവശ്യമില്ല, ക്യാപിറ്റൽ മാർക്കറ്റ് ആയാലും നോ സ്പേസ് ലൊക്കേഷൻ ആവശ്യമില്ല. ഓക്കെ. ദെൻ ലാസ്റ്റ് പോയിൻറ്റ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഈൽഡ് എ ഹൈ റിട്ടേൺ. ക്യാപിറ്റൽ മാർക്കറ്റിന് ഹൈ റിട്ടേൺ കിട്ടുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആണ്. മണി മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, കോൾ മണി, CP, ഓരോ ഐറ്റംസ്. അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഷെയർ, ഡിബഞ്ചർ, ബോണ്ടുകളാണ്. ഷെയർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഷെയർ 2 തരമുണ്ട്, പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും. ഡിബഞ്ചറും നമ്മൾ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. പലതരം ഡിബഞ്ചറുകൾ, റെഡീമബിൾ, ഇറഡീമബിൾ ഡിബഞ്ചറിനെ കുറിച്ചിട്ടൊക്കെ. പിന്നെ ബോണ്ടും. അപ്പം ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ചോദിച്ചാൽ ഷെയർ എന്താണ്, 2 തരം ഷെയറുകളുണ്ട്, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ദെൻ ഡിബഞ്ചർ, ബോണ്ട്. ഇതൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റുകൾ. ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. ക്യാപിറ്റൽ മാർക്കറ്റിനെ പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു അല്ലേ. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതായിരുന്നു? മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പേരിൽ തന്നെ അറിയാം, പ്രൈമറിയാണ്. പ്രൈമറി മാർക്കറ്റ് ഓൾസോ നോൺ ആസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഡീലിംഗ് ഇൻ ന്യൂ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ഫോർ ദി ഫസ്റ്റ് ടൈം. എന്താ അങ്ങനെ പറഞ്ഞാൽ? പ്രൈമറി മാർക്കറ്റ് ഡീലിംഗ് ഇഷ്യൂ ഷെയർ ഇൻ ഫസ്റ്റ് ടൈമാണ്. ഒരു സ്ഥാപനം ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന പുതിയ സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. നമ്മൾ പറയില്ലേ, സെക്കൻഡ് ഹാൻഡ് ഷോപ്പ്, ഫസ്റ്റ് ഹാൻഡ് ഷോപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറക്കിയ ബിസിനസ്സിലെ ഷെയറുകളാണ് പ്രൈമറി മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്നത്. അതേസമയം സെക്കൻഡറി മാർക്കറ്റ് ആണെങ്കിൽ പഴയ സ്ഥാപനത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ ഷെയറുകളാണ് വിൽപ്പന നടത്തുന്നത്, സെക്കൻഡ് ഹാൻഡ് ഷെയറുകളാണ്. ഓക്കെ. സെക്കൻഡറി മാർക്കറ്റ് നമുക്ക് പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡറി മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ദി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. സെക്കൻഡ് ഹാൻഡ് ഓർ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ്. അതായത് ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികളും സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വിപണിയാണ് ദ്വിതീയ വിപണി. ഓക്കെ. ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികളും സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികളും വാങ്ങുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന വിപണിയാണ് സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ദി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഓർ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. പഴയ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഷെയറുകളൊക്കെയാണ് ഇവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് സെബിയാണ്. സെബി, SEBI. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് സെബി എന്ന വാക്കിൽ ഇ എന്ന വാക്കിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. E ഫോർ എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ.
സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. Stock exchange is an institution which provide a platform for buying and selling of existing securities. എന്താ അങ്ങനെ പറഞ്ഞാൽ? അപ്പോൾ വാക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നിലവിലുള്ള സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സൗകര്യമൊരുക്കുന്ന സ്ഥാപനങ്ങളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ കേട്ടിട്ടുണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ അല്ലേ. അപ്പോൾ നിലവിലുള്ള സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥാപനത്തിന് പറയുന്ന പേരാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് പറഞ്ഞിട്ടേ നമുക്ക് സെബിയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സെബി എന്താണെന്ന് പറയാം. സെബി SEBI ഷോർട്ട് ഫോം ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI സെബി എന്നാണ് അറിയപ്പെടുന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പോപ്പുലർലി കോൾഡ് സെബി. ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് in 1988 under a resolution of Government of India. Okay, SEBI was set up to protect the interest of investors, promote the development of stock market and regulate it. എന്താ അങ്ങനെ പറഞ്ഞത്? സെബി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 1988 ഗവൺമെൻറ് തീരുമാനപ്രകാരം സ്ഥാപിതമായതാണ്. ഇന്ത്യ ഗവൺമെൻറ് തീരുമാനപ്രകാരം സ്ഥാപിതമായതാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വികസനം പ്രോത്സാഹിപ്പിക്കാനും സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കാനും വേണ്ടിയാണ് സെബി സ്ഥാപിച്ചത്. എന്താണ് അവരുടെ ലക്ഷ്യം? നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുക, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വികസനം പ്രോത്സാഹിപ്പിക്കുക, സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സെബി എന്ന സംഘടന രൂപീകരിച്ചത്. അപ്പോൾ നിയന്ത്രണ പ്രവർത്തനവും വികസന പ്രവർത്തനവും സംരക്ഷണ പ്രവർത്തനവും ഇതാണ് സെബിയുടെ മെയിൻ ഫങ്ഷൻ. ഓക്കെ, നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെബി? നമ്മുടെ ഫോക്കസിങ് ഏരിയയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഫങ്ഷൻസ് ഓഫ് സെബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് സെബിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ദർ ആർ 3 ഫങ്ഷൻസ് ഇൻ സെബി. സെബിയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ഫസ്റ്റ് വൺ റെഗുലേറ്ററി ഫങ്ഷൻ, ദെൻ സെക്കൻഡ് ഡെവലപ്മെൻറ്റ് ഫങ്ഷൻ ആൻഡ് ലാസ്റ്റ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ, സംരക്ഷണ പ്രവർത്തനം. ഓരോ ഫങ്ഷനെ കുറിച്ചിട്ടും അതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ റെഗുലേറ്ററി ഫങ്ഷൻ. എന്തൊക്കെയാണ് റെഗുലേറ്ററി ഫങ്ഷനിൽ പെടുന്നത്? രജിസ്ട്രേഷൻ ഓഫ് ബ്രോക്കേഴ്സിനെ രജിസ്റ്റർ ചെയ്യുക, സബ് ബ്രോക്കേഴ്സ് ആൻഡ് അതർ പ്ലേഡ് ഇൻ ദി മാർക്കറ്റ്. ബ്രോക്കർമാർ, ഉപബ്രോക്കർമാരൊക്കെ എന്നിവരുടെ രജിസ്ട്രേഷനാണ് റെഗുലേറ്ററിയിലെ ഒന്നാമത്തത്. ദെൻ രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദി വർക്ക് ഓഫ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്. കൂട്ടായ നിക്ഷേപ പദ്ധതികളുടെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും പ്രവർത്തനങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. മൂന്നാമത്തത് റെഗുലേറ്റിംഗ് ദി വർക്ക് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, പോർട്ട്ഫോളിയോ എക്സ്ചേഞ്ച് ആൻഡ് ദി ബിസിനസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അതായത് ബ്രോക്കർമാർ, പോർട്ട്ഫോളിയോ മാനേജർമാർ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബിസിനസ്സും നിയന്ത്രിക്കുക. ബ്രോക്കർമാരും ഇവരൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കുക. അടുത്തത് റെഗുലേറ്റിംഗ് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ ബിഡ്സ് ബൈ കമ്പനി ഏറ്റെടുക്കുക, കമ്പനികളുടെ ഗണ്യമായ ഓഹരികൾ വാങ്ങിക്കൂട്ടുക. Regulating substantial acquisition of shares and takeover bid by companies. Then fifth point, calling of information by undertaking inspection. അങ്ങനെ പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ഇടനിലക്കാർ എന്നിവയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. ദെൻ
ലെവിങ് ഫീ ഓർ അതർ ചാർജസ് ഫോർ ക്യാരിങ് ഔട്ട് ദി പർപ്പസ് ഓഫ് ദി ആക്ട്. അതായത് ലെവി ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ ഫീസോ മറ്റ് ചാർജുകളോ ചുമത്തുക. ദെൻ എക്സസൈസിങ് പവേഴ്സ് അണ്ടർ ദി പ്രൊവിഷൻ ഓഫ് ദി സെക്യൂരിറ്റി കോൺട്രാക്റ്റ് ആക്ട് 1956. 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ് പ്രകാരമുള്ള കേന്ദ്ര ഗവൺമെൻറ് ഏൽപ്പിച്ചു കൊടുക്കുന്നതുമായ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുക. ഇതൊക്കെയാണ് നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടത്. റെഗുലേറ്ററി ഫംഗ്ഷനിൽ പറഞ്ഞ പ്രധാനപ്പെട്ട സെബിയുടെ ഫംഗ്ഷനുകളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി നമുക്ക് വികസന പ്രവർത്തനം ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. നിക്ഷേപകർക്ക് നിക്ഷേപ കാര്യങ്ങളിൽ അവർക്ക് അവരുടെ ബോധവൽക്കരണം നടത്തുക, സെക്യൂരിറ്റി മാർക്കുകളുടെ ഇടനിലക്കാരെ പരിശീലിപ്പിക്കുക. ഇതൊക്കെയാണ് സെബിയുടെ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനിലുള്ളത്. രണ്ടാമത്തത്, കണ്ടക്റ്റിംഗ് റിസർച്ച് ആൻഡ് പബ്ലിഷിംഗ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ടു മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ. ഗവേഷണം നടത്തുകയും വിപണിയിലെ പങ്കാളികൾക്ക് ഉപകാരപ്രദമായ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ. ദെൻ തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അണ്ടർടേക്കിംഗ് വേരിയസ് മെഷേഴ്സ് ടു ഡെവലപ്പ് ക്യാപിറ്റൽ മാർക്കറ്റ് ഫോളോയിങ് എ ഫ്ലെക്സിബിൾ അപ്രോച്ച്. അയവുള്ള സമീപനത്തിലൂടെ മൂലധന വിപണികളുടെ വികസനത്തിനായി വിവിധ നടപടികൾ നടപ്പിലാക്കുക. അതായത് ഓരോ ടീമിനും അവരുടെ സമീപനങ്ങളുടെ മൂലധന വിപണികളുടെ വികസനത്തിന് ഡെവലപ്മെൻറ്റാണ് നമ്മളുടെ ഉദ്ദേശം അല്ലേ. ഇവരുടെ ഫംഗ്ഷൻ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇനി സെബിയുടെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ. പ്രൊട്ടക്ഷൻ എന്താണ്? സംരക്ഷണ പ്രവർത്തനം. ഒന്നാമത്തത് പ്രൊഹിബിറ്റിംഗ് ഫ്രോഡുലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിലെ അവിഹിത വ്യാപാര രീതികളും തട്ടിപ്പും നിരോധിക്കുക, പ്രൊഹിബിറ്റ് ചെയ്യുക. ഫ്രോഡുലൻറ്റ് ഫംഗ്ഷൻ പ്രൊഹിബിറ്റ് ചെയ്യുക. രണ്ടാമത്തത് കൺട്രോളിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ഇമ്പോസിംഗ് പെനാൽറ്റീസ് ഓൺ സച്ച് പ്രാക്ടീസസ്. അതായത് ഇൻസൈഡർ ട്രേഡിംഗ് നിയന്ത്രിക്കുകയും അത്തരം പ്രവർത്തനങ്ങൾക്ക് പെനാൽറ്റി ഫൈന് ചുമത്തുകയും ചെയ്യുക. ദെൻ തേർഡ് പോയിൻറ്റ്, ടേക്കിംഗ് മെഷേഴ്സ് ഫോർ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. നിക്ഷേപ സംരക്ഷണത്തിന് നടപടികൾ എടുക്കുക. ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് ഇൻ ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റി വിപണിയിലെ മാന്യമായ നടത്തിപ്പും പെരുമാറ്റച്ചട്ടങ്ങളും നടപ്പിലാക്കുക. ഫെയർ പ്രാക്ടീസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്റ്റ്, പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുക ഒക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഓരോന്നും നമുക്ക് പറഞ്ഞു. സെബി മീൻസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 1988 സ്ഥാപിതമായതാണ്. അതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെഗുലേറ്ററി ഫംഗ്ഷൻ, ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ്. റെഗുലേറ്ററി ഫംഗ്ഷനിൽ രജിസ്ട്രേഷനും കാര്യങ്ങളുമാണ്. പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനിൽ, ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊമോട്ട് ചെയ്യലാണ്. പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫൈൻ ചുമത്തുക. ഫെയർ പ്രാക്ടീസ്, പിന്നെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ കാര്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, what do you mean by financial market, then classification of financial market ഏതൊക്കെയായിരുന്നു? മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ, then ഇൻസ്ട്രുമെൻ്റ് ഓഫ് മണി മാർക്കറ്റ്, മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്, കാൾ മണി, CP, കൊമേഴ്സ്യൽ പേപ്പറൊക്കെ. ഓക്കെ, ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നും ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ് ഏതൊക്കെയായിരുന്നു? ഷെയർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർ, ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർ, ഡിബെഞ്ചർ, ബോണ്ട്, ഇതൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻ്റ് ആണ്. ദെൻ ലാസ്റ്റ് ടോപ്പിക്ക് സെബി, സെക്യൂരിറ്റി
ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി എന്താണെന്നും സെബിയുടെ പ്രധാനപ്പെട്ട 3 ഫംഗ്ഷനുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന ഈ ഒരു ചാപ്റ്റർ ഇതോടുകൂടി കംപ്ലീറ്റായി. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് കേൾക്കുക, ലെക്ചർ നോട്ടായിട്ട് പോയിൻ്റ് എഴുതി വെക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.